പൂനെയിൽ ലാൻഡ് ചെയ്തപ്പോ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ സ്വന്തം റാഫിയേട്ടൻ വണ്ടിക്ക് ആയിട്ട് വന്നിട്ടാ. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് അവരുടെ ഫ്ലാറ്റിലേക്കാണ്. റാഫിയാന്റെ ഫ്ലാറ്റിൽ എത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ക്യൂട്ട് ബോയ് ആണ് ദേ അവിടെ കിടന്ന് തുഴയുന്നു. ബ്രൂണോ കുട്ടൻസിന് നമ്മളെ കണ്ട എക്സൈറ്റ്മെന്റ് ആട്ടാ. പാവൻ ചെക്കൻ, അവന്റെ കൂടെ കളിക്കാൻ ഫ്ലാറ്റിൽ ആരും കൂട്ടില്ലാത്ത തന്നെ നമ്മളെ കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് സ്നേഹമൊക്കെയാണ്. പാജിമാന്റെ പൂനെ ലൈഫിൽ കട്ടയ്ക്ക് കൂടുന്ന റാഫിയേട്ടന് അവന് ജോലി കിട്ടിയിട്ട് ഫസ്റ്റ് സാലറി കൊണ്ട് ഒരു സ്നേഹ സമ്മാനം കൊടുക്കുകയാണ് ഗൈസ്. പിറ്റത്തെ ദിവസം കാലത്ത് അനുചേച്ചിയുടെ സ്ട്രോങ് ചായ പിടിച്ചിട്ട് ആ ബാൽക്കണിയിൽ അങ്ങോട്ട് ഇരിക്കാണ്ടില്ല. ഓ എന്ത് രസാന്ന് അറിയും, ഉഷാറ് വ്യൂ. കാലത്തന്നെ നമ്മുടെ ബ്രൂണോ ചെക്കൻ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട്. ആ കാണുന്ന സ്റ്റൂളില്ലേ, ആ സ്റ്റൂളിൽ എത്തിയിട്ട് കുറച്ച് ക്യൂട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോ അതിന് സമ്മതിക്കാണ്ട് ഞാൻ കസേര നേറ്റ വെച്ച എന്റെ കസേരയിൽ കയറിയിരുന്നു എന്നുള്ളതാണ് കള്ളത്തിരുമാലി. അപ്പൊ പ്രാഞ്ചിമാൻ ഗ്രാജുവേഷന് നല്ല വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളായിട്ട് കുറക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ സെറ്റ് ആയിട്ട് നേരെ അവന്റെ കോളേജിലേക്ക് വിട്ടു. അപ്പൊ ഞങ്ങൾ കോളേജിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഫൈസൽ ഭായി ആട്ടെ. ഫൈസൽ ഭായി ആള് ഹൈദരാബാദുകാരനാ. നാട്ടില് വല്ലപ്പോഴൊക്കെ പോവാറുണ്ടോ ചോദിച്ചപ്പോ അങ്ങോര് പറഞ്ഞ ഈ തിരക്കിന്റെ ഇടയിൽ അങ്ങോട്ടൊക്കെ പോവാൻ സമയമൊന്നും ഉണ്ടാവാറില്ലേ, പക്ഷെ പോയില്ലെങ്കിൽ സ്വന്തം ഭാര്യ സീനാക്കത്ര. അങ്ങനെ ഞങ്ങളെല്ലാം ആവാസ ഹിൽ റേഞ്ച് കയറി തുടങ്ങി. പൊള്ളി സ്ഥലാട്ടെ, എന്താ മൂഡ്. ഫൈനലി നമ്മള് നമ്മുടെ ചെക്കന്റെ കോളേജിലെത്തി. എന്താ കോളേജ്, ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഇത് വരുന്നത്, പക്ഷെ എന്നാലും പഠിക്കുകയാണെങ്കിൽ ഇവിടൊക്കെ പഠിക്കണം. ഫുള്ള് മല, മഞ്ഞ്, പച്ചപ്പ്. ഓഫ്. അപ്പൊ വിജയിച്ചും ജോസേട്ടനും ഫസ്റ്റ് ടൈം ആയ കാരണം കോളേജൊക്കെ ഒന്ന് ചുറ്റി കാണിച്ച് പിന്നെ ചിരി വരട്ടെ കുറച്ച് പിക്സ് എടുത്തു. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.